നമ്മളെ ഈ ചൂടും ഉഷ്ണതരംഗമൊന്നും അറിയാതെ അവർ സുഖസ്ഥലത്ത് കുടുംബസമേതം പോകുന്നതിൽ നമുക്ക് മാനസികമായിട്ടൊരു അകർച്ചയുണ്ട്. നമ്മുടെ ഖജനാവിലെ പൈസയൊക്കെ എടുത്തോണ്ടല്ലേ പോയിരിക്കുന്നത്. എൻ്റെ 17 അനുവദിച്ച വീടാ, ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് നിങ്ങൾ മാധ്യമങ്ങളിൽ തെറ്റായ വ്യാഖ്യാനങ്ങളാ കൊടുക്കുന്നത്. സ്വന്തം പൈസക്ക് വിദേശ ടൂർ പോകണം. ആഘോഷത്തിനും നല്ല ധൈര്യത്തിനും എല്ലാം കഴിഞ്ഞു പോയിരിക്കേ. അയാൾ പോട്ടെ, നമുക്കെന്താ വേണം. ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നതായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ മുദ്രാവാക്യം. ഇതും പറഞ്ഞ് നമ്മുടെ മുഖ്യൻ വിദേശ ടൂറിലേക്ക് പോയി. ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമാണ് ശ്രീ പിണറായി വിജയൻ. ഇലക്ഷൻ സമയത്തെ അദ്ദേഹത്തിന്റെ ഊരുചുറ്റൽ ഉചിതമോ? നമ്മൾ ചോദിക്കുന്നു ജനങ്ങളോട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ ടൂറിലാണ്. ഇതിനെ ചേട്ടൻ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ? അല്ല, ഇപ്പൊ അദ്ദേഹം ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നമുക്ക് അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ പറ്റുന്നില്ല. പക്ഷെ എന്തായാലും വ്യക്തമായി പറയേണ്ട ആവശ്യമായിരുന്നു. പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ജനങ്ങളിൽ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ അദ്ദേഹം പോയത് ഒരു ഒളിച്ചോട്ടമാണ്. ED അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ED പേടിച്ചിട്ടാണ് പോയതെന്ന് പറയുന്നൊരു ഭാഗം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അദ്ദേഹം പോയി, പക്ഷെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞിട്ട് പോകണമായിരുന്നു. അപ്പൊ ജനങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പ്രതികൂലിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ഖജനാവിലെ പൈസയൊക്കെ എടുത്തോണ്ടല്ലേ പോയിരിക്കുന്നത്. അതുകൊണ്ട് അതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഉഷ്ണതരംഗമായിട്ട് നമ്മളിവിടെ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ 1600 രൂപ പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവർക്ക് സ്വന്തം ചെലവിലാണ് പോകണമെങ്കിലും നമ്മളെ ഈ ചൂടും ഉഷ്ണതരംഗമൊന്നും അറിയാതെ അവർ സുഖസ്ഥലത്ത് കുടുംബസമേതം പോകുന്നതിൽ നമുക്ക് മാനസികമായിട്ടൊരു അകർച്ചയുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് വ്യക്തിവിരോധമില്ല. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് സമയത്ത് പെൻഷൻ കിട്ടുന്നില്ല, നമ്മളെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ അത് മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയൊക്കെ ആണെങ്കിലും അവർ ഇതിനോടൊക്കെ സഹകരിക്കേണ്ടവരാണ്. പിന്നെ ആർക്കും ചാർജും കൊടുത്തിട്ടില്ല, ഇന്ന ചെയ്യണം ഇന്ന ചെയ്യണ്ട എന്ന് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അവർ നമ്മളെ പൈസയ്ക്കാണ് നമ്മൾ പോകണം, നമ്മൾ ടൂറിന് പോകണം. ഇവിടെ ഉഷ്ണതരംഗം കൂടുതലാണ് എന്ന് അവർ പറയുകയും ചെയ്തുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്നും പറയുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അവർ പോയത് കുടുംബസമേതം പോകാം, എവിടെയും നമ്മളും പോകണമല്ലോ, കുടുംബം അവർക്കും പോകാം. പക്ഷെ ആ സാഹചര്യം കൂടെ നോക്കണമായിരുന്നു. ഞാൻ അനുകൂലിക്കുന്നില്ല ഒരിക്കലും. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ ജീവിത രീതി അതുപോലെ ശ്രദ്ധിക്കാതെ അങ്ങരുടെ സുഖത്തിന് വേണ്ടി പോകുന്നു, അത്രേ ഉള്ളൂ. ഏതെല്ലാം രീതിയിലാണ് മനുഷ്യന് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ, പട്ടിണി, അതിലുപരി സാധനങ്ങളുടെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ എല്ലാം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയല്ലേ ഈ കാലഘട്ടം. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊന്നും വകവയ്ക്കാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എവിടെ ഇപ്പം വിദേശ പര്യടനം, ടൂർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നടക്കുന്നു. ഞാനെന്ന് പറഞ്ഞാൽ CPIM അറിയപ്പെടുന്ന ഒരു നേതാവിൻ്റെ മോളാണ്. ഞാൻ ഫാത്തിമയെ പഠിച്ചപ്പോഴൊക്കെ SFIക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടിയുമായിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു സാഹചര്യം അതാണ്. ഇപ്പം ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്രയും കേരളം എങ്ങോട്ട് പോകുന്നു, കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാ അറിയാൻ പറ്റുമോ? അപ്പം ഇല്ല, ഒരു തരത്തിലും അനുകൂലിക്കുന്നില്ല. ഇതിനകത്ത് പ്രതികരിക്കാനില്ല. പ്രതികരിക്കാൻ ആവശ്യമില്ലാത്ത പ്രതികരണ. നിങ്ങൾ മുഖ്യമന്ത്രി അദ്ദേഹം പോയി എല്ലാം ചെയ്യും. അതിന് നിങ്ങൾ മാധ്യമങ്ങളിൽ തെറ്റായ വ്യാഖ്യാനങ്ങളാ കൊടുക്കുന്നത്. നമ്മളൊരു വ്യാഖ്യാനം പറയുന്നില്ല. ഇപ്പൊ ഇന്ത്യയിലെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷം ഇല്ലാതെ ഇന്ത്യ ഇല്ലാത്ത മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറുമാണ്, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ സമയത്താണ് അദ്ദേഹം വിദേശ ടൂർ പോയത്. പാർട്ടിയാണ് ചുമതല കൊടുക്കുന്നത്, അദ്ദേഹം വ്യക്തിപരമായിട്ടല്ല. പാർട്ടി കൊടുക്കുന്ന തീരുമാനം. അദ്ദേഹം പാർട്ടിക്ക് ഉപരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ സമയത്ത് എന്നെന്ന് പാർട്ടിയാണ് ഇവിടെ പ്രവർത്തിക്കണം, എന്ത് ചെയ്യണം, പാർട്ടിയാണ്. ഇപ്പൊ പാർട്ടി വിട്ടതാണ് അദ്ദേഹത്തെ. അതെ, പാർട്ടിയായിട്ടൊക്കെ ആലോചിച്ച് തന്നെ അദ്ദേഹം പോയത്. ചേട്ടാ അനുകൂലിക്കുന്നു. ഞാൻ അനുകൂലിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ ടൂറിലാണല്ലോ. ഇതിനെ ചേച്ചി അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ? അനുകൂലിക്കുന്നില്ല. ഒരിക്കലുമില്ല. എന്തുകൊണ്ടാ? പാവങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പഠിച്ചു മാറ്റിയേക്കുന്നവനൊക്കെ എന്തിനാ വെറുതെ? ചേച്ചി അനുകൂലിക്കുന്നുണ്ടോ? അനുകൂലിക്കുന്നില്ല. എന്ത് അനുകൂലിക്കണോ? എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കൊരു ഗുണവുമില്ല. അവർക്ക് നടന്നാൽ മതിയല്ലോ. ഞങ്ങൾക്ക് 2017 വീട് ഇതുവരെയും കിട്ടിയിട്ടില്ല. 2017 അനുവദിച്ച വീടാ, ഇതുവരെ കിട്ടിയിട്ടില്ല. അനുകൂലിക്കുന്നില്ല. പെട്ടെന്നുള്ള ടൂറാണല്ലോ, അതുകൊണ്ട് അനുകൂലിക്കുന്നില്ല. അതെ. ഇപ്പൊ നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ പോകേണ്ടതാണ്, പോകുന്നില്ല. അതൊക്കെയാണ് പെട്ടെന്ന് അർജന്റായിട്ട് രഹസ്യമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളൊരു സംശയം പറയും. ഓക്കെ, പ്രതികൂലിക്കുന്നു. എന്തുകൊണ്ടാണ്? വിദേശ ടൂറിന്
സ്വന്തം പൈസക്ക് വിദേശ ടൂർ പോകണം, പിന്നെ നാട്ടുകാരുടെ പൈസ മേടിച്ചിട്ട് ഇതിനും പോകണം. അതുകൊണ്ട് പ്രതികൂലിക്കും. ഇപ്പൊ വിദേശത്ത് പോരിക്കെന്ന് പറഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളും കിട്ടും. അത് ആ പല കാര്യങ്ങളും നമ്മളെ കേരളത്തിന് വേണ്ടി ഇന്ത്യയുടെ കാര്യങ്ങളും പരിഗണിക്കാൻ വേണ്ടി അവരിവിടെ ചെന്ന് ആമുഖ സംഭാഷണത്തിന് വേണ്ടി പോയിരിക്കുകയായിരിക്കും. എന്ന് ചേട്ടൻ വിശ്വസിക്കും. പക്ഷെ കുടുംബസമേതമാണ് പോയേക്കുന്നത്. ആ കുടുംബ സംവിധാനം എന്ന് പറഞ്ഞാൽ അവര് നല്ല വിഷുവണിക്ക് ആഘോഷത്തിനും നല്ല ധൈര്യത്തിനും എല്ലാം കഴിഞ്ഞ് പോയിരിക്കുക. ചേട്ടൻ അനുകൂലിക്കുന്നുണ്ടോ അതിനെ പ്രതികൂലിക്കുന്നു? അനുകൂലിക്കുന്നുണ്ട്, കുഴപ്പമില്ല. രണ്ട് പാർട്ടി അനുകൂലിക്കുന്നുണ്ട്, കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും അനുകൂലിക്കുന്ന ഒരു ആളാണ്. മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ വിദേശ ടൂറിനോട് നമ്മൾ അനുകൂലിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? കാരണം നിലവിൽ നാടിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിലാണല്ലോ. അപ്പോൾ ചിലവ് ചുരുക്കുക എന്നുള്ളതായിരിക്കണമല്ലോ ഒരു നയം. അപ്പോൾ ഇതിപ്പോൾ പാർട്ടി ചെലവിലാണ് പോകണമെങ്കിൽ കുഴപ്പമില്ല. അത് ഏത് ഫണ്ടാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയത്തില്ല. ഇപ്പൊ പോകുന്ന വിദേശ ഫണ്ട് ഏതാണെന്ന് അറിയാൻ സാധിക്കും. ഏത് ഫണ്ടിലാണ് സ്പോൺസർ അറിയാൻ സാധിക്കും. അതെ. അതുകൊണ്ട് തന്നെ അനുകൂലിക്കുന്നത്. അയാൾ പോട്ടെ, നമുക്കെന്താ വേണം? അവരെ കാര്യങ്ങൾ നടത്തട്ടെ. നമ്മളെ തടസ്സം നിൽക്കേണ്ടുള്ള യാതൊരുവിധ കാര്യവും അവരവരെ കാര്യങ്ങൾ നടക്കണ്ടേ. പോട്ട് വരട്ടെ, അതാ നല്ലത്. ചേട്ടാ അനുകൂലിക്കുന്ന പ്രതികൂലിക്കുന്നത്? ഞാൻ കക്ഷിക്ക് അനുകൂലം. ആ അല്ല, നമ്മള് എതിരെ നമ്മൾ പറയത്തില്ല. ഇപ്പൊ നാട്ടിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കട്ടെ. അത് ഇലക്ഷൻ പലയിടത്തും പല രീതിയിൽ നടക്കും. നമുക്കെന്തായി നടക്കട്ടെന്ന്. അനുകൂലിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇപ്പം ഈ ഒരു അവസ്ഥയിൽ പോകുന്നത് ശരിയുള്ള കാര്യമല്ല. ഒന്ന്, ഇവിടെ ഇപ്പം ഇത്രയും ചൂടും കാര്യങ്ങളും, അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തേണ്ടതായിരുന്നു. പിന്നെ രണ്ട്, ഇപ്പോഴത്തെ നമ്മളെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള കാര്യങ്ങളാണ്. എനിക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഞാൻ ഒട്ടും അനുകൂലിക്കുന്നില്ല. അത് അവരുടെ ഇഷ്ടമല്ല അവർ പോകുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയാണ്. നമ്മളാൽ തെരഞ്ഞെടുപ്പെട്ട് നമ്മളെ കൊണ്ടുവന്ന പണം കൊണ്ടല്ലേ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ട, നമ്മൾ കഷ്ടപ്പെടണം, അത്രേ ഉള്ളൂ. നമുക്കെന്തോ ഫലം കിട്ടാന് അനുകൂലിക്കൊന്നുമില്ല. അതൊക്കെ നല്ല ഇടപാടാണ്. ഇത്രയും കടം ഉണ്ടാക്കി വെച്ച് ഇത്രയും സാധനത്തിലെല്ലാം ഇത്രയും വിലയും കൂട്ടിയിട്ട് അവരിങ്ങനെ കണ്ടെന്നാൽ മതി. നമ്മളാൽ തെരഞ്ഞെടുപ്പെട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ടല്ലേ അവർ ജയിച്ചത്. അവരങ്ങനെയൊക്കെ കാണിക്കാൻ അങ്ങനെയൊക്കെ കാണിക്കത്തോ. അത് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. അദ്ദേഹത്തിന് ഒരു ഇഷ്ടമുള്ള കാര്യമല്ലേ, അതുകൊണ്ട് അതിനനുസരിച്ച് പോകുന്നത്തെ. നമ്മുടെ മുഖ്യമന്ത്രിയാണല്ലോ. എന്നാലും നാട്ടിൽ ഇലക്ഷൻ ഉണ്ട്, സാമ്പത്തിക അദ്ദേഹത്തിനും കുടുംബവും കാര്യങ്ങളും ഇല്ലേ. അദ്ദേഹത്തിനും അതിൻ്റെതായ പ്രൈവസി ഇല്ലേ, സ്വാതന്ത്ര്യമുണ്ട്. അതനുസരിച്ച് പോകുക എന്നുള്ളതാണ്. പ്രതികൂലിക്കുക. എന്തുകൊണ്ടാണ്? നാട്ടിൽ ഇത്രയൊക്കെ ചൂടും അരക്ഷിതാവസ്ഥയൊക്കെ ഉള്ള സമയത്ത് മുഖ്യമന്ത്രി പോവുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അതിന് ജനങ്ങൾ പ്രതികരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നാടിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുമല്ല, ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞിട്ട് പോയാലും കുഴപ്പമില്ലായിരുന്നു. ഇലക്ഷന് മുമ്പേ പോയത് വളരെ തെറ്റാണ്. മുഖ്യമന്ത്രി അല്ലേ, എല്ലായിടം കറങ്ങട്ടെ എന്നാ പറയുന്നത്. ഉചിതമാണെന്നാണോ പറയുന്നത്? കുറച്ചു പേർക്ക് ഉചിതമല്ല, കുറച്ചു പേരൊക്കെ നല്ലത്. ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ? അഭിപ്രായം നല്ലതാ. അവർ ഭരണത്തിരിക്കല്ലേ, ഒരു വോട്ട് അതുകൊണ്ട് സ്ഥലങ്ങളെ കാണട്ടെ. ചേട്ടനായാലും ഒരു ഭരണത്തിരിക്കുമ്പോൾ പോത്തില്ലേ, അതുകൊണ്ട് നല്ലതാണെന്നാ പറയുന്നത്. അദ്ദേഹത്തിന് ED അറസ്റ്റ് ചെയ്യുമ്പോൾ ED പേടിച്ചിട്ടാണ് പോയെന്നൊരു വിഭാഗം പറയുന്നത്. അതൊക്കെ ആളുകൾക്ക് എന്താ പറയാൻ വയ്യാത്ത. ചേട്ടൻ ഇടതുപക്ഷ പ്രവർത്തനാണ്? അല്ലല്ല, ഞാൻ എല്ലാ പാർട്ടിയിലും ഉണ്ട്. എല്ലാ പാർട്ടിയും വിശ്വസിക്കും. പക്ഷെ അദ്ദേഹം പോയതിന് അനുകൂലിക്കുന്നുണ്ട്. അനുകൂലിക്കുന്ന അയാളിപ്പോ ഒരു അധികാരത്തിരിക്കുമ്പോൾ പോണ്ടായ. ഇപ്പൊ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി വിദേശ ടൂറിലാണല്ലോ. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ വിദേശ ടൂറിനെ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ? നമ്മളെല്ലാം പട്ടണക്കാരില്ലേ, അനുകൂലിക്കത്തില്ല. അനുകൂലിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അനുകൂലിക്കാത്തത്? അനുകൂലിക്കുന്നില്ലെന്നേ ഉള്ളൂ. അനുകൂലിക്കുന്നില്ല. ചത്താലും അനുകൂലിക്കുന്നു. ഞങ്ങളെല്ലാം പാർട്ടിക്കാര് തന്നെ, നമ്മളെല്ലാവരും നമ്മൾ ഇടതുപക്ഷക്കാര് തന്നെ. പക്ഷെ അദ്ദേഹത്തിന്റെ വിദേശ ടൂറിനെ അനുകൂലിക്കുന്നില്ല. ആവശ്യങ്ങൾക്കാ പോണെന്നുണ്ടെങ്കിൽ പോണ്ടേ. അദ്ദേഹം പോയിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അനുകൂലിക്കല്ലേ നമ്മള് ചെയ്യണം. ഞാൻ ചേട്ടനോട് ചോദിക്കണം, ചേട്ടൻ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നു? നമ്മൾ അനുകൂലിക്കുകയുള്ളൂ. നല്ല കാര്യത്തിന് നമ്മൾ അപ്പോഴും അനുകൂലിക്കുകയുള്ളൂ. അപ്പൊ അദ്ദേഹം എന്ത് കാര്യത്തിനായിരിക്കും പോയിരിക്കുന്നത്? ആരോടൊന്നും അറിയില്ല, നമുക്ക് അറിയില്ല. ED പേടിച്ചിട്ടാ പോയെന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, തിരിച്ചു അറസ്റ്റ് ഉണ്ടാവും, അങ്ങനെ പറയുന്നുണ്ട്. അതിനെ ഭയന്നിട്ടാണെന്ന് പറയുന്നത്. അത് നമുക്കറിയില്ല, അതിനെപ്പറ്റി നമുക്കൊന്നും പറയില്ല. പ്രതികൂലിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇപ്പൊ പറയാൻ സമയം. ഒരു കാര്യം പറയും, ഏതെങ്കിലും ഒരു കാര്യം. ഭരണം ശരിയല്ല. ഭരണം ശരിയല്ല. ആ സമയത്ത് അദ്ദേഹം പോകുന്നത് ശരിയല്ല. അല്ല, രാഷ്ട്രീയമായിട്ടൊന്നും പറയാനില്ല. അതിന് നമ്മളില്ല. രാഷ്ട്രീയമില്ല. നമ്മുടെ മുഖ്യമന്ത്രി മനസ്സിലായി, നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഇപ്പം നമ്മള് സാധാരണ പൈസയും കൊണ്ടാണ് ഈ പോകുന്നത്. മുഖ്യമന്ത്രി വിദേശ ടൂറിലാണല്ലോ. ഇതിനെ ചേട്ടൻ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ?
ഞാൻ അനുകൂലിക്കുന്നുണ്ട്. അനുകൂലിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അനുകൂലിക്കുന്നത്? നമുക്ക് ഓരോ സർക്കാരിൽ നിന്ന് ഓരോ ആനുകൂല്യങ്ങളൊക്കെ തരുന്നുണ്ട്. മുഖ്യമന്ത്രി ചികിത്സാ സഹായത്തിനും അതൊക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിദേശ ടൂറിന് പോകുന്നത് അനുകൂലിക്കുക. നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. വോട്ടെണ്ണൽ കഴിഞ്ഞില്ല. അപ്പൊ അത് കഴിയാത്തതിന് മുമ്പൊക്കെയാണ് അദ്ദേഹം ടൂർ പോയിരിക്കുന്നത്. അപ്പൊ അതിനെ അനുകൂലിക്കുന്നുണ്ടോ? അനുകൂലിക്കുന്നുണ്ട്. എന്നാലും അനുകൂലിക്കുന്നു. മുഖ്യമന്ത്രിക്ക് കാശോണ്ട് തന്നെയാണ്. നമുക്കൊന്നും കാശില്ല. നമ്മളൊക്കെ ബുദ്ധിമുട്ടി കിടക്കുന്ന നാട്ടെ ഇവിടെ കിടന്ന് കട്ടമറിയാൻ ജീവിക്കാൻ. അവർക്കൊക്കെ കാശുണ്ട്, അവർക്കൊക്കെ പോവാം. അതുപോലെ നമ്മളെ മുഖ്യമന്ത്രി അല്ലേ, അദ്ദേഹത്തിന് വേൾഡ് ടൂർ നടത്താം. ഇപ്പൊ ഇന്ത്യയിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പോകേണ്ട ആളാണ്. അതോടൊപ്പം തന്നെ അവിടെയൊക്കെ അത് രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തെ പറ്റി നമുക്കൊന്നും വലുതായിട്ട് പറയാനില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ യാത്ര അനുകൂലിക്കുന്നില്ല, പ്രതികൂലിക്കുന്നില്ല. അനുകൂലിക്കുന്നില്ല. അതങ്ങനെ അനുകൂലിക്കും. ഇത്രയും പ്രശ്നമായിട്ട് കിടക്കുമ്പം അങ്ങനെ സുഖമില്ലാതെയൊക്കെ ആണെങ്കിൽ ഒരാൾ പോകണം. അസുഖങ്ങളൊക്കെ ആണെങ്കിൽ പോകണം. ഇതെന്തിനൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ടൂർ അടിക്കുകയാണെങ്കിൽ എനിക്കൊരു അഭിപ്രായമില്ല, പോകാൻ പാടില്ല. ഇത്രയും ബുദ്ധിജനം ബുദ്ധിമുട്ടി കിടക്കുന്നിടത്ത്. അതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ പേഴ്സണൽ. ഞാൻ പ്രതികൂലിക്കണം. പ്രതികൂലിക്കുന്നു. അതെന്തുകൊണ്ടാണ്? കാരണം ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഈ ലോകത്തിന് ചെയ്തിട്ടില്ല. അത് MLA മുകേഷ് MLA ആയിരുന്നു. ടൂർ വെച്ചാൽ ഇപ്പം അദ്ദേഹത്തിന്റെ വിസിറ്റുണ്ട്. അല്ല, മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ടൂർ, വിദേശ ടൂർ. മുഖ്യമന്ത്രി പറഞ്ഞാൽ എല്ലാ LDF-കാരും പിറക്കുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ? മുഴുവൻ LDF-കാർ വെറുക്കുന്ന ആളാണോ? മൊത്തം ജനങ്ങൾ പിറക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. ഞാൻ അതിനകത്ത് ഞാൻ അനുകൂലിക്കുന്നില്ല, ഞങ്ങൾ പ്രതികരിക്കുക. എന്താണ് ചെയ്യേണ്ട പ്രതികരണം? കേരള മുഖ്യമന്ത്രി ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തായാലും ഇല്ലല്ലോ ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ പ്രതികരിക്കാനുള്ളത്. ശനി ബാക്കി പറ, ഞാൻ പറയാം. ശരി, പറ. ഈ രാജ്യം കേരളം മൊത്തം കുട്ടിച്ചോറാക്കി വെണ്ണൂറാക്കി മോളെയും മരുമോനെയും എല്ലാവരും രക്ഷിക്കുന്ന മുഖ്യമന്ത്രി നമുക്ക് വേണ്ട കേരളത്തിൽ. ആ മുഖ്യമന്ത്രി ഇനിയും പോയിട്ട് നാട്ടുകാരെല്ലാം പറ്റിക്കാൻ പോയിരിക്കുക. ഇപ്പൊ ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുകയാണ്. ഈ സമയത്താണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ഈ ദുബായ് വഴി ഇറങ്ങി മൊത്തം കേരളം ഈ ഇപ്പം 2 പ്രാവശ്യം ഈ പിണറായി സർക്കാർ ഇവിടെ വന്നു. അതിനകത്ത് എനിക്കൊരു യോജിപ്പുമില്ല. ഇവരാരും ഒന്നും തരുന്നില്ല, വേറെ പാർട്ടിക്കാരും ഒന്നും എനിക്കൊന്നും തരുന്നുമില്ല. പക്ഷെ ഈ ഭരണം ശരിയില്ല. ഞാൻ വോട്ട് ചെയ്യത്തില്ല. ഞാൻ 3 പ്രാവശ്യം ജനിച്ചതിന് ശേഷം 3 പ്രാവശ്യം വോട്ട് ചെയ്ത രക്ഷയാ. ഈ ഭരണം അഴിമതി ഭരണം. എനിക്ക് അതിനകത്ത് യോജിപ്പില്ല. കോൺഗ്രസിനോടും യോജിപ്പില്ല, BJP-യോടും യോജിപ്പില്ല, CPI-യോടും യോജിപ്പില്ല, CPM-നോടും യോജിപ്പില്ല. നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി ഒരു മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി അത് വന്നിരിക്കണം, വരണം. ജനങ്ങളെ എല്ലാം മുഖ്യമന്ത്രി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ലെന്നാണോ പറയുന്നത്? സംശയമുണ്ടോ? ജനങ്ങൾക്ക് എന്തോ തരുന്നു കേട്ടാ.